പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജെൻസി, ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരുന്നു. ഇതെൻ്റെ ഫാദർ ജെയിംസ്, ഇതെൻ്റെ ഹസ്ബൻഡ് സ്റ്റീഫൻ. ഞാനിപ്പം ഖത്തറിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുവാണ്. ആദ്യം ഞാനൊരു പ്രൈവറ്റ് സെക്ടറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിവിടെ കൃപാസനത്തിൽ വന്ന സമയത്ത് മാതാവിനോട് പറഞ്ഞിരുന്നു, മാതാവേ, ഞാനിപ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്, എനിക്കൊരു ഗവൺമെൻറ് ജോലി വേണം. അമ്മ മാതാവ് അങ്ങേ തിരുകുമാരനോട് എനിക്ക് വേണ്ടി ഒന്ന് റിക്വസ്റ്റ് ചെയ്യാവോ എന്ന് ചോദിച്ച് ഞാൻ പോയിരുന്നു. അമ്മ മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. തിരുകുമാരനോട് പറഞ്ഞ് അമ്മ എനിക്കൊരു ഗവൺമെൻറ് ജോലി വാങ്ങി തന്നു. ഞാനിപ്പോൾ ഖത്തറിലെ ഗവൺമെൻറ് സെക്ടറിൽ നേഴ്സാണ്. അമ്മയോട് ഞാൻ ചോദിച്ചത് ഇവിടെ ഇന്ത്യക്കകത്തൊരു ജോലിയാണ്, പക്ഷേ അമ്മ ഞാൻ ചോദിച്ചതിനേക്കാളും വലിയ അനുഗ്രഹമാണ് എനിക്ക് തന്നത്. അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ മോൻ്റെ ഡെലിവറിയുടെ സമയത്ത് ഞാൻ എൻ്റെ അച്ഛനെ അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ട്രൈ ചെയ്ത സമയത്ത് എൻ്റെ അമ്മയുടെ വിസ ഫസ്റ്റ് ടൈം തന്നെ പാസ്സായി, അപ്രൂവായി. പക്ഷേ എൻ്റെ അച്ഛൻ്റെ വിസ റിജക്റ്റായി പോയി. 4 തവണയാണ് റിജക്ഷൻ വന്നത്. ഞാനവിടെ ഹയർ അതോറിറ്റീസിനൊക്കെ പോയി കണ്ടിരുന്നു, സംസാരിച്ചു. അവരിപ്പോൾ പ്രൈമറി സൈഡിൽ നിന്ന് പാസ്സായി, പക്ഷേ അവർക്കും അറിയില്ല ഹയർ അവിടെ നിന്ന് എന്തുകൊണ്ട് റിജക്റ്റ് ആവുന്നെന്നുള്ള റീസൺ ആർക്കും അറിയില്ല. നോട്ടിഫിക്കേഷനിലും റീസൺ വരുന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചിട്ട് ഇനി എന്താ ചെയ്യുക, അവരെ കൊണ്ടുപോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് അമ്മയോടൊന്ന് പറഞ്ഞു ഒന്നും കൂടി നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം, അമ്മ സാധിച്ചു തരുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കവിടെ പ്രത്യേകം കൃപാസന മാതാവിൻ്റെ ഫോട്ടോ വെച്ച് എൻ്റെ റൂമിൽ പ്രത്യേകം ഞാൻ മാതാവിന് വേണ്ടി ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഞാൻ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, തിരി കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ടെന്നും. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ 4 തവണ അപ്ലൈ ചെയ്തിട്ട് എൻ്റെ റിജക്റ്റായി, ഞാനിതിപ്പോൾ 5ാം തവണയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, നോയിക്കോണേ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഒന്ന് അപ്ലൈ ചെയ്യും, ഞാനിവിടെ നിന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് അത് അപ്ലൈ ചെയ്ത് ആ സമയത്ത് ഞാൻ യൂട്യൂബിൽ അച്ഛൻ്റെ ഒരു ടോക്ക് എടുത്ത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അച്ഛൻ ഇങ്ങനെ പറയുവാണ്, നിൻ്റെ കണ്ണുനീരിന് ഇന്ന് നീ ഫലം കാണും. അങ്ങനെ അച്ഛൻ പറഞ്ഞു. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞു. അന്നേരം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എടി അപ്രൂവായി കേട്ടോ, ഞങ്ങൾ 4 തവണ റിജക്റ്റായ സാധനം ഒരു ഫ്യൂ സെക്കൻഡ്സ്, ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല അപ്രൂവാക്കി മാതാവ് തരാൻ വേണ്ടി. മാതാവിന് 1000 നന്ദി പറയുന്നു. മൂന്നാമതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് NOC കമ്പനിയിൽ നിന്നും എൻ്റെ അണ്ടറിലോട്ട് മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 1 വർഷമായിട്ട് ട്രൈ ചെയ്യുമായിരുന്നു. കമ്പനിയിൽ NOC കിട്ടാൻ വേണ്ടിയിട്ട് മാനേജറിനോട് ഒത്തിരി നടന്നു, പക്ഷേ സൈൻ ആവുന്നില്ലായിരുന്നു. അതിന് ഒരുപാട് ട്രൈ ചെയ്തു. അങ്ങനെ ഇരിക്കെ ഞാൻ ഉടമ്പടിയിൽ ആ കാര്യം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ജോസഫ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, പേപ്പർ സംബന്ധമായ കാര്യങ്ങളാൽ വിഷമിക്കുന്നവരെ കാണുന്നു, സൈനിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിഷമിക്കുന്നവരെ കാണുന്നു എന്ന് പറഞ്ഞു. അത് അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ നിയോഗങ്ങളിലൊന്നും കൂടെ ആയിരുന്നു അത്. പ്രാർത്ഥന അങ്ങനെ കഴിഞ്ഞ് അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒക്കെ കഴിഞ്ഞ സമയത്ത് എന്നെ ഹസ്ബൻഡ് കോൾ ചെയ്തിട്ട് പറഞ്ഞു, എടി NOC അപ്രൂവായി കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ മാതാവിനെ എൻ്റെ മുറിയിൽ വെച്ചേക്കുന്ന അമ്മ മാതാവിൻ്റെ ആ രൂപത്തിൽ നോക്കി അമ്മയെ ഒന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാത്ത അനുഗ്രഹങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ എവിടം വരെ എത്തി നിൽക്കുന്നത് എൻ്റെ കൃപാസന മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ടാണ്. അമ്മയോട് എന്ത് പറഞ്ഞാലും അമ്മ എനിക്ക് സാധിച്ചു തരും. അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. ഉടമ്പടി കഴിഞ്ഞ് ഞാൻ എന്നും ബൈബിള് എല്ലാ ദിവസവും ബൈബിൾ അതിന് മുന്നേ വായിക്കും. ഞാൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ സമ്പൂർണ്ണ ബൈബിള് ദൈവാനുഗ്രഹം കൊണ്ടും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും എനിക്ക് ആ ബൈബിള് കംപ്ലീറ്റ് വായിച്ച് തീർക്കാൻ പറ്റി. അതുപോലെ തന്നെയാണെങ്കിൽ ഞങ്ങൾ എന്നും പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് മാതാവിനോട് പ്രത്യേകം മധ്യസ്ഥ അപേക്ഷിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. മാക്സിമം ഞങ്ങൾ അവിടെ ആണെങ്കിൽ പോലും ഞങ്ങൾ സമയം കണ്ടെത്തി കുർബാനക്കൊക്കെ പോകാറുണ്ട്. എല്ലാ ആഴ്ചയും കുർബാനയ്ക്ക് പോകാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ധ്യാനം എന്നും ഓൺലൈനിൽ എല്ലാ മാസത്തെ ധ്യാനവും മുടങ്ങാതെ ഓൺലൈനിൽ കൂടാറുണ്ട്. ഞങ്ങളിൽ കഴിയുന്നത് പോലെ പ്രേക്ഷിത പ്രവർത്തനം എല്ലാം മുടങ്ങാതെ തന്നെ ചെയ്യാറുണ്ട്. പറ്റുന്നത് പോലെ സഹായിക്കാനും ഒക്കെ നോക്കാനുണ്ട്. ഇതെല്ലാം പരിശുദ്ധ അമ്മ വഴിയാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് അമ്മ വഴി ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 68-ാം സങ്കീർത്തനം 10-ാം തിരുവചനം. അങ്ങയുടെ അജഗണം അതിലൊരു വാസസ്ഥലം കണ്ടെത്തി. ദൈവമേ, അങ്ങയുടെ നന്മയാൽ ദരിദ്രർക്ക് ആവശ്യമായതെല്ലാം അങ്ങ് നൽകി. ജെൻസി എന്ന മകൾ ഉടമ്പടി നിയോഗങ്ങളിൽ വെച്ചതും
വയ്ക്കാത്തതുമായ കാര്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ ഇവർക്ക് സാധിച്ചു കൊടുത്തു എന്നാണ് ഈ മകളിവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വലിയ വലിയ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നിമിഷ നേരം കൊണ്ട്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടന്നിരുന്നത്. 4 തവണ റിജക്ഷനായ ജൻസിയുടെ പപ്പയുടെ വിസ പ്രോസസ്സിനെ കുറിച്ച് മകളിവിടെ ഏറ്റുപറയുകയുണ്ടായി. നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നെങ്കിലും ഇത് പലപ്പോഴും വളരെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥയായി ഇവർക്ക് തോന്നിക്കൊണ്ടിരുന്ന അനുഭവ സവിശേഷതയായിരുന്നു അത്. അവർക്കൊട്ടും തന്നെ സാധ്യമല്ല എന്ന് 4 പ്രാവശ്യം റിജക്ഷൻ ആകുമ്പോൾ ഇതിനി സാധിക്കില്ലല്ലോ എന്ന സങ്കടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അവർ അച്ഛൻ്റെ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് വളരെ പെട്ടെന്ന് 3 മിനിറ്റിനകം തന്നെ വിസ സാധ്യമായി എന്ന് അവർക്കുള്ള മെസ്സേജ് കിട്ടിയത്. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ കമ്പനിയിലെ NOC ലഭിച്ചതും ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്ന മെസ്സേജ് ലോകത്തിന് മുഴുവനും വേണ്ടിയാണെങ്കിലും അത് നമുക്ക് ആവശ്യമായത് ആ ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഈ ഉടമ്പടി ജീവിതക്രമത്തിൻ്റെ പ്രാർത്ഥന പദ്ധതിയുടെ പ്രത്യേകത. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ എത്ര തന്നെ അസാധ്യമായ കാര്യങ്ങളായാലും നമ്മുടെ ജീവിതഭാരം ലഘൂകരിച്ചു തരുന്നതായി ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും നമ്മുടെ വേദനാജനകമായ വലിയ അവസ്ഥകളിലൂടെ നാം കടന്നു പോകുമ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയ്ക്ക് ജീവിതത്തിൽ ഒരു പ്രത്യേക സ്ഥാനം നൽകി പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കുന്ന, വണങ്ങുന്ന ഒരു സ്വഭാവം ഈ മകൾക്ക് വന്നത് തന്നെ ഈശോയ്ക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഈശോയെ സ്നേഹിക്കുവാൻ, ഈശോയെക്കുറിച്ചുള്ള ആ വിശ്വാസവും വിശ്വസ്തതയും കൈമാറുന്ന ഒരു പ്രാർത്ഥനാ പദ്ധതിയാണിത്. നാം എപ്പോഴെല്ലാമാണോ മറ്റുള്ളവരുടെ മുൻപിൽ ഈശോയെ ഏറ്റുപറയുന്നത്, പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ ഈശോ നമ്മെ ഏറ്റുപറയാനുള്ള ഒരു നിത്യതയിലേക്കുള്ള ഒരു വലിയ പ്രോജക്റ്റാണിതെന്ന് നമുക്കറിയാം. നമ്മുടെ എല്ലാ ജീവിതാനുഭവങ്ങളും, എല്ലാ അത്ഭുതങ്ങളും കിട്ടിക്കഴിയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിയുമ്പോൾ ഗുഡ് ബൈ പറഞ്ഞ് പോകാനുള്ള ഒരു പ്രാർത്ഥനാ രീതിയല്ല എന്ന് നാം മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിന് എന്തെല്ലാം നമുക്ക് ഈശോ തന്നോ അതിനെല്ലാം ആനുപാതികമായി ഒരു സ്പിരിച്വൽ ബാങ്ക് അക്കൗണ്ട് നമുക്കുണ്ടോ എന്നുകൂടി നാം ചിന്തിക്കേണ്ടതാണ്. അത് ഈശോയ്ക്കുള്ളത് ഈശോയ്ക്ക് തന്നെ കൊടുക്കണം എന്ന് നാം ഓർത്തെടുക്കാം. ജൻസിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടി നൽകിക്കൊണ്ട് ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.